മലപ്പുറം ജില്ലാ കളക്ടർ VP പ്രമോദിൻ്റെ ഒരു പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയിൽ പറയുന്നത്, മലപ്പുറം ജില്ലയിലെ എല്ലാ സർക്കാർ യോഗങ്ങളിലും ഇനി മുതൽ ചായയിൽ മധുരം വേണ്ട. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ജീവിതശൈലി വ്യതിയാന രോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മുതൽ എല്ലാ ഹോട്ടലുകളിലും ആ പരിപാടി ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം ഇനി ഗവൺമെൻറ് മീറ്റിങ്ങിൽ ചായയിൽ മധുരം ഉണ്ടാവില്ല. മധുരം എന്ന് വെച്ചാൽ അപകടം പിടിച്ച സാധനം. അപ്പോൾ അത് കൺസ്യൂമറിനെ ആദ്യം അവയർനെസ് ഉണ്ടാക്കാതെ ഈ ഹോട്ടലുകാരനോ ഇവർ അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങുകയാണ്. കളക്ടറേറ്റിൽ നിന്ന് നാളെ മുതൽ ചായയ്ക്ക് മധുരം ഉണ്ടാകും. മാർച്ച് 1 മുതൽ മലപ്പുറത്ത് ഹോട്ടലുകളിൽ മധുരം, ഉപ്പ്, ഓയിൽ എന്നിവ പരമാവധി കുറച്ചുള്ള ഭക്ഷണങ്ങൾ കൂടി ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. തീരെ മധുരം ഇല്ലാത്ത ചായകളാണ് ഇനി ഗവൺമെൻറ് ഫംഗ്ഷനിൽ കൊടുക്കുക എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം ജീവിത ശൈലി വ്യതിയാന രോഗങ്ങളെ കുറക്കുക എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തീർത്തും അശാസ്ത്രീയമായതുകൊണ്ടാണ് അതിനെതിരെ ഞാൻ പറയുന്നത്. ചായയിൽ മധുരം കുറച്ചുകൊണ്ട് ജീവിതശൈലി വ്യതിയാന രോഗങ്ങളെ നിയന്ത്രിക്കാനാവില്ല. കാരണം ചായയിലെ മധുരമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ജീവിതശൈലി രോഗങ്ങൾ നിൽക്കുന്നത്. പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന കാലറി ഇന്നും കാലറി ഔട്ടും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ മേക്കപ്പ് ആക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ നിന്ന് 3 തരത്തിലുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ്, കാർബ് എന്ന് പറയും. അരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് കിട്ടുക. അതേപോലെ ഇറച്ചിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീനാണ് കിട്ടുക. അതേപോലെ തന്നെ എണ്ണകളിലൊക്കെ നമുക്ക് വേറെ ഫാറ്റ് ആണല്ലോ, കൊഴുപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 3 ഘടകമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത്. പഞ്ചസാര, അരി എന്നുള്ള ഒരു വിവേചനം ശരീരത്തിനില്ല. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ ശരീരം ആഗിരണം ചെയ്യുന്നതെല്ലാം ഗ്ലൂക്കോസ് ആയിട്ടാണ്. പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാലും അതിനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റിയ ശേഷമാണ് ശരീരം ആഗിരണം ചെയ്യുക. അതേപോലെ അരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അതിനെയും ഗ്ലൂക്കോസിൻ്റെ രൂപത്തിലാണ് ആഗിരണം ചെയ്യുന്നത്. അങ്ങനെയാണ്. അരി, പഞ്ചസാര എന്നുള്ള വ്യത്യാസം ശരീരത്തിനില്ല. ശരീരത്തിനെ സംബന്ധിച്ചോളം അരിയും പഞ്ചസാരയും വ്യത്യാസമൊന്നുമില്ല, ഒന്ന് തന്നെയാണ്. ഡയറക്റ്റായിട്ട് വരുന്ന കൊഴുപ്പ് ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്യും. എങ്ങനെ സ്റ്റോർ ചെയ്യും? എപ്പോൾ സ്റ്റോർ ചെയ്യും? നമ്മളതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ, നമ്മൾ കൃത്യമായിട്ടുള്ള അധ്വാനമില്ലെങ്കിൽ, ആ അധ്വാനമില്ലാതെ വരുമ്പോൾ കൊഴുപ്പ് ഡയറക്റ്റായിട്ട് തന്നെ കൊഴുപ്പത്ത് ആണല്ലോ ഓയിലൂടെ ചെയ്യുന്നത്, അതിനെ സ്റ്റോർ ചെയ്യും. അതായത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ വിചാരിക്കും എണ്ണ മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ, എണ്ണ ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ കൊഴുപ്പ് പോകുമെന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ അങ്ങനെയല്ല. കൊഴുപ്പ് ശരീരത്തിൽ ഉണ്ടാവാൻ എണ്ണ ആവശ്യം ഇല്ല, പഞ്ചസാരയും ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണം തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ആ അരിഭക്ഷണത്തിലൂടെ അത് വിഘടിച്ചിട്ടുണ്ടാക്കുന്ന ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഊർജ്ജത്തിനെ നമ്മുടെ ശരീരത്തിലൂടെ ആക്ടിവിറ്റീസിലൂടെ, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ മെച്ചം വരുന്ന എനർജിയെ ശരീരം ചെയ്യുക. അതായത് എന്താണ് ചോദിച്ചാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ കൊഴുപ്പിൻ്റെ രൂപത്തിലേക്ക് ശരീരത്തിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നിരന്തരമായിട്ട് നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി കുറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ മധുരം കഴിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ കൊഴുപ്പ് കഴിച്ചിട്ടില്ലെങ്കിലും, ഓയിൽ കഴിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ കഴിക്കുന്ന സാധാ ഭക്ഷണം തന്നെ, അരിഭക്ഷണത്തിലൂടെ തന്നെ കിട്ടുന്ന കലോറി, അരിഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ വിഘടിച്ചിട്ട് ഒരു നിശ്ചിത അളവിൽ ഊർജ്ജം ഉണ്ടാകുന്നു. ആ ഊർജ്ജത്തിനെ നമ്മൾ പരമാവധി ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോഴെന്ത് സംഭവിക്കുക? ആ ഗ്ലൂക്കോസ് ശരീരത്തിൽ തന്നെ കിടക്കും. അതിനെ ഊർജ്ജമായിട്ട് വിഘടിക്കപ്പെടേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. കാരണം നിങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ രക്തത്തിൽ വരുന്ന ഗ്ലൂക്കോസ്, ആ ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും എത്തിയിട്ട് ആ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ മസിലിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ശരീര ആക്ടിവിറ്റീസ് അതിൽ തന്നെ നടക്കുന്നത്. മസിലിൻ്റെ പ്രവർത്തനം എന്ന് എടുത്തു പറയാനുള്ള കാരണം നമ്മളൊരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അധ്വാനിക്കുന്ന സമയത്ത് കൂടുതൽ മസിൽ വർക്കാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് ഉപയോഗപ്പെടുന്നില്ലെങ്കിൽ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരീരത്തിൽ അതേപടി നിൽക്കും. അതിനെ ഊർജ്ജമാക്കി മാറ്റേണ്ട ആവശ്യമില്ല ശരീരത്തിന്, കാരണം നിങ്ങളൊന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് അത് ഗ്ലൈക്കോജൻ ആക്കിയിട്ട് ശരീരത്തിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെ നിരന്തരമായിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുന്ന ഊർജ്ജമൊക്കെ കൊഴുപ്പിൻ്റെ രൂപത്തിലേക്ക് ശരീരം മാറ്റി അവിടെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് കൊഴുപ്പിൻ്റെ അളവ് ശരീരകലകളിൽ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് ഫ്രീ ഫാറ്റി ആസിഡുകൾ വരും. ആ ഫ്രീ ഫാറ്റി ആസിഡ് സാധാരണഗതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ, ശരീര കോശങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതിന് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഒരു താക്കോലുണ്ട്. ആ താക്കോലാണ് ആ കോശങ്ങളിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് കയറ്റി വിടുക. അപ്പോൾ ഈ ഫാറ്റി ആസിഡ് നേരെ പോയിട്ട് കോശങ്ങളിലെ ഇൻസുലിൻ സ്വീകരിക്കുന്ന സ്വീകരണയെ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ഇൻസുലിൻ കോശത്തിനുള്ളിലേക്ക് എത്താതെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കടത്തിവിടാൻ പറ്റാത്ത രീതിയിലേക്ക് ശരീരകോശങ്ങളിലേക്ക് എത്താതെ വരുന്നു. അപ്പോൾ എന്തു സംഭവിക്കും? ശരീരകോശങ്ങൾക്ക്
ആവശ്യമായിട്ടുള്ള ഊർജ്ജം കിട്ടാതെ വരുന്നു, ക്ഷീണം അനുഭവപ്പെടുന്നു. അതേസമയം തന്നെ ഈ ഗ്ലൂക്കോസ് എവിടെയും പോകാതെ രക്തത്തിൽ കെട്ടിക്കിടക്കുകയും രക്തത്തിലെ പഞ്ചസാര ഉയർന്നിട്ട് വരികയും ചെയ്യും. രക്തത്തിലെ പഞ്ചസാര ഉയരുകയും അതേസമയം തന്നെ യഥാർത്ഥത്തിൽ പഞ്ചസാര എന്നല്ല പറയേണ്ടത്, രക്തത്തിൽ ഗ്ലൂക്കോസ് വരികയും അതേസമയം തന്നെ ആ ഗ്ലൂക്കോസ് കിട്ടേണ്ട ശരീരകോശങ്ങൾക്ക് അത് കിട്ടാതെ അവസ്ഥയും വരികയും ചെയ്യും. അപ്പോൾ ശരീരകോശങ്ങൾക്ക് മന്ദിപ്പ് വരും, നമുക്ക് ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങും. ആ രീതിയിൽ ആണ് ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഈ കൊഴുപ്പിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ഡിപ്പോസിറ്റ് നടത്തും. അത് ശരീരത്തിൽ ഇപ്പോൾ നമ്മുടെ കവിളിൻ്റെ അവിടെയാണെങ്കിലും തൊടയുടെ ഭാഗമാണെങ്കിലും അരയുടെ ഭാഗമാണെങ്കിൽ തന്നെ കൊഴുപ്പ് ഡിപ്പോസിറ്റ് വരികയും അതേപോലെ തന്നെ കൊഴുപ്പ് ചില ആന്തരിക അവയവങ്ങളിൽ ഡിപ്പോസിറ്റ് ആവുകയും ചെയ്യും. മിക്കവാറും കരളിൽ വരുന്ന കൊഴുപ്പ് ഡിപ്പോസിറ്റ്, അതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള മദ്യപാനത്തിൻ്റെ കൂടെ അല്ലാത്ത കൊഴുപ്പ് ഡിപ്പോസിറ്റ് കരളിൽ വരാനുള്ള കാരണം കൊഴുപ്പ് കരളിൽ പോയിട്ട് ഡിപ്പോസിറ്റ് ആയിട്ട് ഫാറ്റി ലിവർ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന അളവും നമ്മൾ അധ്വാനിക്കുന്ന അളവും അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കാണ്. നമ്മൾ വലിയ അധ്വാനമില്ലാത്ത ആൾ ചോറൊന്നും വാരി കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ചോറ് വെച്ചാൽ ഒരു 100 ഗ്രാം ചോറിൽ 130 കലോറി ഉണ്ട് ഊർജ്ജം. പച്ചക്കറി 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്നത് 65 വരുന്നുള്ളൂ. 100 ഗ്രാം വെളിച്ചെണ്ണയിൽ 862 കാലറി വരുന്നുണ്ട്. സൺഫ്ലവർ ഓയിലും താഴെയൊന്നുമല്ല, ഏകദേശം 800 സംതിങ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലറി നമ്മുടെ ശരീരത്തിന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒഴിവാക്കുകയാണ് യഥാർത്ഥത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഡിസീസ് ഒഴിവാക്കുകയും ചെയ്യേണ്ടത്. ഈ പറയുന്ന ഈ ഷുഗറിൽ 100 ഗ്രാമിൽ വരുന്ന എത്രയാണെന്നറിയാം? 387 കാലറി മാത്രമാണ്. അതേസമയം വെളിച്ചെണ്ണ 100 ഗ്രാമിൽ വരുന്നത് 862 വരുന്നത്. അപ്പോൾ എത്ര കൂടുതലാണ് വരുന്നത്? ഷുഗർ പൂർണ്ണമായിട്ടും ചായയിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഡിസീസിനെ കുറക്കാനുള്ള പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? കലക്ടർ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷുഗർ ഒഴിവാക്കുക എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി വ്യതിയാന രോഗങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു പ്രതിവിധിയല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുകയാണ് വേണ്ടത്. അതായത് അത് നമ്മുടെ അധ്വാനം നമുക്ക് കുറവാണെങ്കിൽ ഭക്ഷണം കുറച്ച് കഴിക്കാം. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം കൊഴുപ്പ് ഡിപ്പോസിറ്റാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഈ വെളുത്ത വിഷങ്ങൾ, ഏത് ഒന്ന് പഞ്ചസാര, കാണുന്ന എല്ലാ വെള്ള കളറിനും വെളുത്ത വിഷം എന്നാണ് വരിക. പ്രകൃതിക്കാരാൾ കൂടുതൽ വിളിക്കുന്നത്. അവർ പറയുന്നത് ഉപ്പ് അപകടമാണ്. ഉപ്പ് കൂടുതൽ അപകടം തന്നെയാണ്. പക്ഷേ ഉപ്പ് കുറഞ്ഞാലോ ആൾ മരിച്ചു പോവാം. സോഡിയത്തിൻ്റെ ലെവൽ ശരീരത്തിൽ രക്തത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി കൊളാപ്സ് ചെയ്തിട്ട് ആൾ വീഴും. അതുപോലെ ഷുഗറിൻ്റെ അളവ് രക്തത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ ഗ്ലൈസീമിയ എന്ന് പറയും. വന്നു കഴിഞ്ഞാൽ കുഴഞ്ഞ് കൊളാപ്സ് ചെയ്തിട്ട് പോകും. പിന്നെ ഒരു കാർഡിയാക് അറസ്റ്റൊക്കെ സംഭവിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രക്തത്തിലെ എല്ലാ ഘടകങ്ങളും കുറയാനോ കൂടാനോ പാടില്ല. തൈറോയ്ഡ് ഹോർമോൺ എടുത്തു കഴിഞ്ഞാൽ തൈറോയ്ഡ് കൂടിയ പ്രശ്നമാണ് ഹൈപ്പർ തൈറോയിഡ്സായി, കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡ്സായി. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷനായി, ബ്ലഡ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ ടെൻഷനായി. ഇനി ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ ഗ്ലൈസീമിയായി, കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ ഗ്ലൈസീമിയായി. നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ സാധനങ്ങളും ശരീരത്തിൽ വേണ്ടുന്ന അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ രോഗത്തിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളൊന്ന് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, വേണ്ടാത്തത് കഴിക്കുന്നു. 2 വേണ്ടുന്ന അളവിൽ കഴിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ജീവിതശൈലി വ്യതിയാനം രോഗം എന്ന് പറയുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലറി ഇന്നും കാലറി ഔട്ടും തമ്മിലുള്ള റേഷ്യോ നമ്മൾ ദിവസേന എക്സസൈസ് ചെയ്തുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജത്തെ ശരീരത്തിൽ മെച്ചം വെക്കാതെ, മെച്ചം വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പാക്കി മാറ്റും. അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ചിലവഴിക്കുക, അതിനാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അത് ചെയ്യുക. നിങ്ങൾ തൊഴിലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു അധ്വാനം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള എക്സസൈസ് ദിവസവും ചെയ്യാം. കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് വരുത്തുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കേവലം മധുരം മാത്രം ഒഴിവാക്കിയതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിനെ ഒരിക്കലും തന്നെ കൺട്രോൾ ചെയ്യില്ല. മറ്റു കാര്യങ്ങൾ, മൈദ, വെളുത്ത വിഷം, അതിനെപ്പറ്റി അടുത്ത പ്രാവശ്യം പറയാം. ഇതും പറയേണ്ടതുണ്ട്.